അനുദിനമന്ന നമ്മുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്താവിഷയം മുൻകൂട്ടി ആസൂത്രണം ചെയ്തു, പ്ലാൻഡ് എ ഹെഡ്. വായനയ്ക്കുള്ള ഭാഗം എഫേസ്യർ ലേഖനം 1-ാം അധ്യായം. എഫേസ്യർ ലേഖനം 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിത പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. ഹല്ലേലൂയ, 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 സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവൻ നമ്മെ തിരഞ്ഞെടുത്തു, നമ്മൾ അവനെ തിരഞ്ഞെടുത്തില്ല. ദൈവത്തിന്റെ വിശുദ്ധ മക്കളാകാൻ സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ ദൈവത്തിന്റെ പദ്ധതി നിശ്ചയിച്ചിരുന്നു. രക്ഷ എന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, നമ്മുടെ സ്വന്തം പ്രവൃത്തിയല്ല. നാം രക്ഷിക്കപ്പെടുന്നില്ല, കാരണം അത് അർഹിക്കുന്നതാണ്. ദൈവമുണ്ടെന്ന് നാം അറിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നാം ജനിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെ രക്ഷിക്കാൻ പദ്ധതിയിട്ടിരുന്നു. മനുഷ്യരാശിയെ രക്ഷിക്കാൻ ദൈവം പദ്ധതിയിട്ടിരുന്നില്ലെങ്കിൽ അത് ഒരിക്കലും സംഭവിക്കുകയില്ല. അതിനാൽ നമ്മുടെ രക്ഷയുടെ അവകാശം ഏറ്റെടുക്കാനോ അഹങ്കാരത്തിനിടം നൽകാനോ ഒരു കാരണവുമില്ല. ദൈവത്തിന് എങ്ങനെ അത്തരം അപൂർണരായ ആളുകളുമായുള്ള ബന്ധം അംഗീകരിക്കാനും ആഗ്രഹിക്കാനും കഴിയുമെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നാൽ ഇതെല്ലാം ക്രിസ്തു നിമിത്തമാണ്. യേശു നിമിത്തം നാം ദൈവസന്നിധിയിൽ വിശുദ്ധരും കുറ്റമില്ലാത്തവരുമാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തുവിലൂടെ നാം അവൻ്റേതായിരിക്കുമ്പോൾ നാം ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തതുപോലെ ദൈവം നമ്മെ നോക്കുന്നു. അത് അവിശ്വസനീയമാണ്. യേശുവിന്റെ ത്യാഗത്തിലൂടെ ദൈവം നമ്മെ സ്വന്തം മക്കളായി സ്വീകരിച്ച് തന്റെ അവകാശികളായ ഒരു കുടുംബത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. റോമർ 8-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. റോമൻ നിയമത്തിൽ ദത്തെടുത്ത കുട്ടികൾക്ക് ഒരു കാലത്ത് അടിമകളായിരുന്നിട്ടും ജീവശാസ്ത്രപരമായ കുട്ടികൾക്ക് തുല്യമായ അവകാശങ്ങളും ഉണ്ടായിരുന്നു. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണിക്കാൻ പൗലോസ് ദത്തെടുത്തു എന്ന് പദം ഉപയോഗിക്കുന്നു. പിതാവുമായുള്ള ഈ ശക്തമായ ബന്ധം നാം അനുഭവിക്കുന്നുണ്ടോ? അവിടുത്തെ അവകാശികളായ നമ്മുടെ പൂർവികതയിലേക്കും അവകാശങ്ങളിലേക്കും പൂർണ്ണമായി പ്രവേശിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് എന്താണ്? നമ്മുടെ കൃപയുള്ള ദൈവം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഈ മനോഹരവും പൂർവികവുമായ സ്ഥാനത്തിന് മുന്നിൽ മറ്റൊന്നും നൽകേണ്ടതില്ല. നമുക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ, നാം ഒന്നും നൽകേണ്ടതില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അതിമനോഹരമായ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അവിടുത്തെ രക്ഷയുടെ അവകാശികളാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മക്കളുടെ അവകാശം തന്ന് ഞങ്ങളെ വീണ്ടെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ഞങ്ങളെ അവിടുത്തെ ചിറകടിയിൽ കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദിവസം ഞങ്ങൾക്ക് ജീവൻ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിൽ ശുദ്ധിയോടെ ജീവിപ്പാൻ, ആത്മനൈർമല്യം നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായി ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായി ആത്മദാനങ്ങൾ പകരണമേ.